അറബിക്കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി. പണ്ടേ പണ്ടേ പാരിലിരുന്നു പകിടയുരുട്ടി കളിയല്ലോ. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മൾ. എന്നാലത് അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചി കായൽപ്പരപ്പിലൂടെ ആണെങ്കിലോ? അങ്ങനെ കുടുംബസമേതമുള്ള ഒരു ദിവസത്തെ വിനോദയാത്രയാണ് ആക്ട് കേരള ഈയിടെ സംഘടിപ്പിച്ചത്. കൊച്ചി മറൈൻ ഡ്രൈവിലെ ഹൈക്കോടതി ജെട്ടിയിലുള്ള KSINC ടെർമിനലിൽ നിന്ന് കേരള ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള സൂര്യാംശു എന്ന AC സോളാർ ഡബിൾ ഡെക്കർ ക്രൂയിസ് ബോട്ടിൽ ഞങ്ങൾ രാവിലെ 10:30 പുറപ്പെട്ടു. ബോട്ടിൽ 100 പേർക്കുള്ള യാത്രാ സൗകര്യവും കലാപരിപാടികൾ അവതരിപ്പിക്കുവാനുള്ള മ്യൂസിക് സിസ്റ്റവും 3 കലാകാരന്മാരും ഉണ്ടായിരുന്നു. 62 പേരാണ് യാത്രക്കാരായി ഉണ്ടായിരുന്നത്. ഈ മനോഹര യാത്രയിൽ ബോൾഗാട്ടി പാലസ്, വൈപ്പിൻ, വെല്ലിംഗ്ടൺ ഐലൻഡ്, മട്ടാഞ്ചേരി, പഴമയുടെ പ്രതീകമായ ആസ്പിൻവാൾ ഗോഡൗൺ മുതലായവയും കണ്ടു. തുടർന്ന് ഫോർട്ട് കൊച്ചി കാഴ്ചകളും യാത്രയുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് പുതുവൈപ്പ്, DP വേൾഡിൻ്റെ കീഴിലുള്ള വല്ലാർപാടം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലും നയനാനന്ദകരമായ കാഴ്ചകൾ തന്നെയായിരുന്നു. പുറം കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിലും ബോട്ടിനുള്ളിൽ തകർപ്പൻ കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ടായിരുന്നു. പാട്ട്, നൃത്തം, മിമിക്രി, കുസൃതി ചോദ്യങ്ങൾ, പിന്നീട് വിജയികൾക്കുള്ള സമ്മാന വിതരണം എല്ലാം ഉണ്ടായിരുന്നു. आई हो गया से गोरी आंखों में प्यार लेके आई हो गया
सा डाला कभी नीले मेरे जान हाय तेरे कुर्बान जब से देखा तुमको हो गई गुलाम तेरे कैसे देखा तुमको. ബോട്ടിൽ തന്നെ ചായയും സ്നാക്സും കൂടാതെ അംഗങ്ങൾ കൊണ്ടുവന്ന പലഹാരങ്ങളും ഞങ്ങൾ സ്നേഹപൂർവ്വം പങ്കിട്ടു. ഒരു ചെറിയ നമുക്കൊരു നറുക്കെടുപ്പുണ്ട്. സമ്മാനാർഹം ആയ ഒരു സംഭവമാണ്. സമ്മാനം കിട്ടിയവരൊക്കെ ആഹ്ലാദിക്കേണ്ട, വേണം അടുത്തുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും സീറ്റിലിരുന്നോ? ജയശ്രീ എന്നെ കവർ ചെയ്യുന്നൊരു ഡപ്പ ഉണ്ടായിരുന്നു. രാമായണത്തിന്റെ മധ്യഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് മായ. ഓക്കെ, മാത്തമാറ്റിക്സ് പലപ്പോഴും ഹാപ്പി അല്ല. കാരണം കണക്കായി പോയതല്ല. യെസ്, റൈറ്റ് ആൻസർ. യെസ്, വരൂ. മാത്തമാറ്റിക്സിൽ ഒത്തിരി പ്രോബ്ലംസ് ആണ്. ദൂര കാഴ്ചകളിലേക്ക് പോയാലോ? വിവിധ ഇനം പക്ഷികളെയും ഡോൾഫിനെയും കാണുവാനും പക്ഷികളെ ചിത്രീകരിക്കുവാനും സാധിച്ചു. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഉഷാറാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, എങ്കിലും ചോദിക്കുകയാണ്, ഉഷാറല്ലേ? കയ്യടി വേണം, കയ്യടി വേണം. കഴിഞ്ഞാൽ ഈ കൂട്ടായ്മകൾക്ക് ഒരു പ്രത്യേക ഊർജമുണ്ട്. ആ കൂട്ടായ്മകളുടെ ഊർജം നമ്മളുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതാകുമ്പോഴാണ് അത് ആ ഊർജം ശരിക്കുള്ള ഊർജമാകുന്നത്. ഈ ദിവസം എന്നും ഓർത്തിരിക്കാൻ കഴിയുന്നത് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ചെറിയ കാര്യം, ഈ ഓൺ ദ സ്പോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. കൂടെയുള്ള രണ്ടു പേരുടെ ഒരു സ്വകാര്യ ജീവിതത്തിലേക്ക് അവരറിയാണ്ടൊന്നും നുഴഞ്ഞു കയറുകയാണ്. നമ്മുടെ സന്തോഷ് ചേട്ടനും തങ്കം ചേച്ചിയും. നിങ്ങൾ കൂടണം, കാരണം എന്ന് വെച്ചാൽ നമ്മളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ടൂറിനെ പറ്റി അഭിപ്രായം വന്നപ്പോൾ അവര് തമ്മിൽ നടന്ന ഒരു സംഭവം അവര് തന്നെ അറിയണ്ടാവില്ല. അവര് തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്ത ഒരു കാര്യം ഈ പാട്ടിന്റെ അകമ്പടിയായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുകയാണ്. കുഴപ്പമില്ലല്ലോ, അവരുടെ മൗനാനുവാദത്തോടു കൂടിയാണ് കേട്ടോ. കാന്താ ഞാനും വരാം, ആക്ടിന്റെ ബോട്ടിൽ കയറാൻ, തങ്കം നീയും പോരെ, ആക്ടിന്റെ ടൂറിൻ കൂടെ. ആ ജലീൽക്ക് എനിക്കൊന്ന് കാണണം ചേട്ട, ഇക്കയോട് എനിക്കൊന്ന് മിണ്ടണം ചേട്ട, ഇക്കയോട് എനിക്കൊന്ന് മിണ്ടണം ചേട്ട, ജോഷി സാറിനെ കാണണം ചേട്ട, ജോഷി സാറിനെ കാണണം ചേട്ട, സാറിന്റെ വരെയൊന്ന് കാണണം ചേട്ട, സാറിന്റെ വരെയൊന്ന് കാണണം ചേട്ട, ചേട്ടാ റോസി ടീച്ചറെ കാണണം ചേട്ട, റോസി ടീച്ചറെ കാണണം ചേട്ട, ടീച്ചറുടെ ഡാൻസ് ഒന്ന് കാണണം ചേട്ട, ടീച്ചറുടെ ഡാൻസ് ഒന്ന് കാണണം കേട്ട, അസീസ് ഖാനെ കാണണം ചേട്ട, അസീസ് ഖാനെ കാണണം ചേട്ട, ഇക്കാന്റെ പാട്ടൊന്ന് കേൾക്കണം ചേട്ട, ഷേലിയുടെ കൊഞ്ചല് കാണണം ചേട്ട, ഷേലിയുടെ കൊഞ്ച് കാണണം ചേട്ട, ചേട്ടാ. മിമിക്രി കോമ്പറ്റീഷൻ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കാര്യക്കാരൻ ടിനിട്ടോ. ടിനിച്ചേട്ടാ, താങ്ക് യു. അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർക്ക് അനുകരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ ഇന്റർവ്യൂവിലെ ഒരു വോയിസ് ആണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. നടന്നുകൊണ്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ, ഒന്നാകുന്നു നടന്നുകൊണ്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ.
താങ്ക് യു താങ്ക് യു. വാനത്തിലെ ഇനിയതൊരു വട്ടവിളക്ക് അത് വണങ്ങിടവേ കെട്ടി വെച്ചോ കുത്തുവിളക്ക് സന്ദിരൻ നമുക്ക് ദൈവമടിയത് കുമ്പിട്ട് കുമ്പിട്ട് കുമ്മിയടി സുന്ദരിയേ സുന്ദരിയേ കുടിയേ മനസ്സിലെ കുളിച്ചുരുങ്ങി ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും വിനോദത്തിനുമായി അതിമനോഹരമായ കടമക്കുടി ദ്വീപിലെ റിസോർട്ടിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. നല്ല നാടൻ മത്സ്യവിഭവങ്ങളോട് കൂടിയ ഭക്ഷണം ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിന് ശേഷം പലതരത്തിലുള്ള വിനോദങ്ങളും, അതായത് ഊഞ്ഞാലാട്ടം, ചുണ്ടയിടിയിൽ, കയാക്കിംഗ് മുതലായവ ആസ്വദിച്ചു. ഈ യാത്രയിലുടനീളം കൗതുകം തന്നിരുന്ന 100 കണക്കിന് ചീനവലകൾക്ക് പുറമെ കടമക്കുടി റിസോർട്ടിന് ചുറ്റുമുള്ള ചീനവലകൾ, കണ്ടൽക്കാടുകൾ, അതിനിടയിലൂടെയുള്ള കയാക്കിംഗ് ഞങ്ങൾക്ക് വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. മൂന്ന് മണിയോടുകൂടി എല്ലാവരും ബോട്ടിൽ തിരികെ എത്തി.
കായൽപ്പരപ്പിലൂടെ കൊച്ചിയുടെ അതിമനോഹരമായ മറൈൻ ഡ്രൈവ് ദൂരക്കാഴ്ചകളും കണ്ട് 4:30 ഹൈക്കോടതി ജെട്ടിയിൽ തിരിച്ചെത്തി. സൂര്യാംശു എന്ന സോളാർ ബോട്ടിനോട് ഗുഡ് ബൈ പറഞ്ഞു.